നമുക്കെല്ലാവർക്കും വളരെയധികം പരിചിതമായ ഒരു ലോകാത്ഭുതത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? സംശയമൊന്നുമില്ല, അത് താജ്മഹൽ തന്നെ. ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് genreviews.online ആണ്. genreviews.online ഒരു റിവ്യൂ പോർട്ടൽ സൈറ്റാണ്. ജെൻറിവ്യൂസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് കാണുക. ജെൻറിവ്യൂസ് വെബ്സൈറ്റിൻ്റെ ലിങ്കും അതിൽ ചേർത്തിട്ടുണ്ട്. താജ്മഹൽ പ്രാഥമികമായി അതിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വെളുത്ത മാർബിളിൽ നിന്നുള്ള അതിശയകരമായ വെള്ളനിറത്തിന് പേരുകേട്ടതാണ്. പകലിൻ്റെ സമയത്തെയും ലൈറ്റിംഗ് അവസ്ഥയെയും ആശ്രയിച്ച് ഈ വെളുത്ത മാർബിൾ വ്യത്യസ്ത നിറങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ചിലപ്പോൾ പിങ്ക്, ഓറഞ്ച് അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ഷെയ്ഡുകളിൽ കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ 5ാമത്തെ നായകനായ ഷാജഹാൻ ചക്രവർത്തി പ്രസവ സമയത്ത് മരിച്ച തൻ്റെ പ്രിയ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായാണ് നിർമ്മിച്ചത്. 1631 1653 ഇടയിൽ പൂർണ്ണമായും വെള്ള മാർബിളിൽ നിർമ്മിച്ച ഈ സ്മാരകം ഒരു ശവകുടീരമായി വർത്തിക്കുകയും ഷാജഹാൻ ചക്രവർത്തിയുടെ അഗാധമായ സ്നേഹത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രതീകമാവുകയും ചെയ്തു. 17 ഹെക്ടർ അഥവാ 42 ഏക്കർ വിസ്തൃതിയുള്ള ഈ സമുച്ചയത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ഈ ശവകുടീരം. അതിൽ ഒരു പള്ളിയും ഗസ്റ്റ് ഹൗസും ഉൾപ്പെടുന്നു. കൂടാതെ 3 വശങ്ങളിലായി ഭിത്തിയാൽ ചുറ്റപ്പെട്ട ഔപചാരിക പൂന്തോട്ടവും. ഷാജഹാൻ ചക്രവർത്തിയുടെ ശവകുടീരവും ഈ മന്ദിരത്തിൽ തന്നെയാണുള്ളത്. താജ്മഹലിൻ്റെ പ്രധാന ഘടകമായ ഡോമിൻ്റെ ഉയരം 35 മീറ്ററാണ്. ഈ ഡോം ഭവനത്തിൻ്റെ ഏറ്റവും മുകളിൽ സുന്ദരമായി നിലനിൽക്കുന്നു. താജ്മഹലിൻ്റെ മുന്നിലെ ജലസ്രോതസ്സിൽ പ്രതിഫലിക്കുന്ന ചിത്രം അതിൻ്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു. പേർഷ്യൻ, ഇസ്ലാമിക്, ഇന്ത്യൻ ശൈലികളിൽ നിന്നുള്ള ഘടകങ്ങൾ സമന്വയിപ്പിച്ച മുഗൾ വാസ്തുവിദ്യയുടെ മികച്ച ഒരു ഉദാഹരണം കൂടിയാണ് താജ്മഹൽ. വെളുത്ത മാർബിളിലാണ് ഈ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അക്കാലത്തെ മുഗൾ കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾക്ക് സമാനമായി സമുച്ചയത്തിലെ മറ്റു കെട്ടിടങ്ങൾക്ക് ചുവന്ന മണൽക്കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷാജഹാൻ ചക്രവർത്തിയുടെ കൊട്ടാര വാസ്തുശില്പിയായ ഉസ്താദ് അഹമ്മദ് ലാഹോറിയുടെ നേതൃത്വത്തിൽ ഒരു ബോർഡ് ഓഫ് ആർക്കിടെക്റ്റിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം നിർമ്മാണ പദ്ധതിയിൽ 20,000-ലധികം തൊഴിലാളികളും കരകൗശല വിദഗ്ധരും ജോലി ചെയ്തുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ഇസ്ലാമിക കലയുടെ രത്നവും ലോക പൈതൃകത്തിൻ്റെ സാർവത്രികമായി പ്രശംസിക്കപ്പെടുന്ന മാസ്റ്റർ പീസുകളിൽ ഒന്നും എന്ന നിലയിൽ താജ്മഹലിനെ 1983 യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി തെരഞ്ഞെടുത്തു. മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായും ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പ്രതീകമായും ഇത് കണക്കാക്കപ്പെടുന്നു. വർഷം മുഴുവൻ ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് താജ്മഹൽ സന്ദർശിക്കുന്നത്.